18 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി പൈസ ഉണ്ടാക്കിയിട്ട് നീ ലിപ്സ്റ്റിക് ഇടുവോ, മുടി ഇങ്ങനെ ആക്കുവോ, എന്തുവേണമെങ്കിലും 18 വയസ്സ് വരെ നീ കുട്ടിയാണ്. നിനക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ്, വേണ്ടാത്ത ധൈര്യമാണ്, നിനക്ക് അനുസരണ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് 18 വയസ്സ് വരെ നിന്നെ ഞാൻ നിരീക്ഷിക്കാൻ, നിന്നെ നിയന്ത്രിക്കാൻ, നിന്നെ ശാസിക്കാൻ എന്റെ അച്ഛനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 18 വയസ്സ് വരെ എൻ്റെ കുട്ടി എവിടെയെങ്കിലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം എനിക്കാണ്. എൻ്റെ കുട്ടി 17 വയസ്സിൽ ഒളിച്ചോടി പോയിട്ടുണ്ട് എങ്കിൽ അതൊരു അച്ഛന്റെ പിടിപ്പ് കേടാണ്. എൻ്റെ 18 വയസ്സുള്ള കുട്ടിക്ക് ഭക്ഷണത്തിലൂടെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അത് തിന്നിപ്പിക്കാതിരിക്കാനുള്ള മര്യാദയില്ലാത്ത ഞാനാണ് ഉത്തരവാദി. അല്ലാണ്ട് അപ്പുറത്തോനും ഇപ്പുറത്തോനും തിന്നു കണ്ടിട്ട് എൻ്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നെ എന്തിനാ അച്ഛനെന്ന് വിളിക്കുന്നത്? ഉമ്മ ദൈവമാണെന്തിനാ പറയുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മളെ മക്കളെ ജീവിപ്പിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ആഴ്ചയിൽ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് ഒരു പുസ്തകം വായിപ്പിക്കാൻ നിങ്ങളെ മക്കളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേര് ഉമ്മ എന്നാണ്. ആഴ്ചയിൽ പാഠപുസ്തകത്തിനപ്പുറം ഒരു പുസ്തകമെങ്കിലും നിങ്ങളെ മക്കളെ കൊണ്ട് വായിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ പേര് ബാപ്പ എന്നാണ്. നിങ്ങളെ മക്കളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം വായിച്ചിട്ടാ? നമ്മളെല്ലാം വായിച്ചിരുന്ന് പാഠപുസ്തകം മാത്രമേ നമ്മൾ വായിക്കാണ്ടിരുന്നുള്ളൂ. നമ്മൾ ബാലരമ വായിച്ചിട്ടുണ്ട്, നമ്മൾ പൂമ്പാറ്റ വായിച്ചിട്ടുണ്ട്, നമ്മൾ ബാലരമ അമർചിത്ര വായിച്ചിട്ടുണ്ട്, മനോരമ ആഴ്ചപ്പതിപ്പ് വായിച്ചിട്ടുണ്ട്, മംഗൾ മുത്തുച്ചിപ്പി വായിച്ചു, എല്ലാ സംഗതികളും നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ പാഠപുസ്തകം കാണുമ്പോൾ നമുക്ക് ഉറക്കം വന്നത്. ശരിയാണോ തെറ്റാണോ? ആ അറിവുകൾ നമ്മളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ മക്കള് ബാലരമ പോയിട്ട് പത്രം പോലും വായിക്കാത്ത, വാർത്തകൾ അറിയാത്ത എത്രയോ മനുഷ്യജന്മങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മൾ ആഴ്ചയിൽ ഒരു പുസ്തകമെങ്കിലും വായിപ്പിക്കാൻ നിങ്ങളെ കുടുംബ സദസ്സുകളിലൂടെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ, അതിന് വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങളെ കുടുംബത്തിൽ ഏതെങ്കിലും കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളെ കുടുംബം രക്ഷപ്പെടുക. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ നമ്മളെ മക്കളെ എത്ര വയസ്സ് വരെ നിയന്ത്രിക്കണം എന്നാ പറഞ്ഞത്?